എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. സിലു ടാൾസ് സൽഹ എന്ന യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ ആണിത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. ഒരു ആണിൻ്റെ പ്രൊഫൈലാണ് അതിലുള്ളത്. കാണാൻ ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള ഒരാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവരെനിക്ക് ഹായ് എ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. അപ്പോൾ ഇങ്ങനെ ഇടുന്നത് വന്നിട്ട് ഹിന്ദിക്കാരായിരിക്കും ഹേ എന്നൊക്കെ മെസ്സേജ് ഇടുന്നത്. അപ്പോൾ ഞാൻ റിപ്ലൈ ചോദിക്കുന്നുണ്ട്, ഹായ് ഹു ഇസ് ദിസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഞാൻ സൈഡിൽ കാണിക്കാട്ടോ എന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹു ഇസ് ദിസ് എന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു ഫോട്ടോ ആണ് അയച്ചത്. ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു അപാകത തോന്നി. അപ്പോഴേക്കും നിങ്ങൾ വിചാരിക്കാൻ നിനക്ക് അപ്പോൾ ബ്ലോക്ക് ചെയ്തൂടെ എന്ന് വരെ ലേഡീസ് ആണെങ്കിലും ചോദിക്കാം. ഞാൻ ബ്ലോക്കൊന്നും ചെയ്തില്ല. എൻ്റെ കണ്ണിനും സുഖമില്ലാത്തതാണ്, നമുക്ക് നേരെ കാണാനും പറ്റില്ല, അത് വേറെ കാര്യം. ബ്ലോക്ക് ചെയ്തില്ല, ഫോട്ടോ ഓപ്പൺ ആക്കി നോക്കി. അപ്പോൾ എന്നെ ഓർമ്മയില്ലേ എന്ന് പറഞ്ഞിട്ട് എന്തൊരു മെസ്സേജ് അയച്ചെന്ന് തോന്നുന്നു. ആ ഫോട്ടോയിൽ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓർമ്മിക്കാൻ നീ ആരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കാരണം മലയാളി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. മുമ്പ് എനിക്ക് മലയാളി ആണെന്നുള്ള അറിയില്ല. ഇത് വന്നിട്ട് UAE നമ്പറാണ് കേട്ടോ. അതിനുശേഷം അന്ന് നമ്പർ തന്നത്, അതായത് തെറ്റിദ്ധരിപ്പിക്കലിന്റെ അങ്ങേയറ്റമാണ് ഫസ്റ്റ് നടക്കുന്നത്. അന്ന് നമ്പർ തന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തു. അതിനുശേഷം മറന്ന് എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കും. അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കുന്നുണ്ട്. നീ ഏതാടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതോ ടൈപ്പാണെന്ന് മനസ്സിലായി. കറക്കി കുത്തി നമ്പർ കിട്ടുന്ന കേസാണെന്ന് തോന്നുന്നു. അതിനുശേഷം വീണ്ടും ഒരു ഫോട്ടോ. ആദ്യത്തെ ഫോട്ടോ ഷർട്ട് ഇല്ല, കുറച്ച് ഡീസൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഷർട്ട് ഉള്ളതാണ് തോന്നി, എനിക്ക് ഓർമ്മയില്ല. എനിക്കിപ്പോൾ മറിയ കുറച്ച് കൂടുതൽ. ഞാൻ സൈഡിൽ ഇതിനൊക്കെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തത് ഷർട്ട് ഇല്ലാത്ത ഒരു ഫോട്ടോ. അതിനുശേഷമുള്ളത് നിങ്ങൾ കാണണം. ഞാൻ ഇനി ആ വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ അങ്ങനത്തെ വേർഡ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. എന്നാലും ഞാൻ പറയാം, കാറിൽ നിന്ന് കളിച്ചത് മറന്നോ എന്നിരുന്നു. എന്നിട്ട് കണ്ണിങ്ങനെ അടിക്കുന്നുണ്ട്. ഓൾറെഡി എൻ്റെ കണ്ണ് അടഞ്ഞ അവസ്ഥയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ അടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ അവന് നാണം വരുന്നു ഗൈസ്. നാണം വരുന്ന സിമ്പിളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അവൻ ആലോചിക്കുമ്പോൾ നാണം വരുന്നു എന്നുള്ളത്. ഇനി എന്നും അവൻ നാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഒരു വീഡിയോ ആണ് അയച്ചിട്ടുള്ളത്. ഇതിനൊക്കെ ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിക്കണം. ഈ അയക്കുന്ന എല്ലാ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും വൺസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കും. അണ്ണൻ നാണം വരുന്നു. പിന്നെ വേറെ പണ്ട് ഞാൻ അയച്ചല്ലേ ഷർട്ട് ഇട്ടയക്കുന്നു, ഷർട്ട് ഇല്ലാണ്ടയക്കുന്നു. നിന്റെ ബോഡി കണ്ടിട്ട് അവള് വളയട്ടെ, അതല്ല ചിന്തിക്കുന്നേ. ഇനി ഈ കുട്ടീനോട് ചോദിക്കും കുറേ ആൾക്കാർ, ബ്ലോക്ക് ചെയ്ത് പോയിക്കൂടെയെന്ന്. എന്തിന് ബ്ലോക്ക് ചെയ്യണം? ഫോൺ എടുത്ത് ഗൈസ് ഭാഗ്യത്തിന്. ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫോൺ ഞാൻ എടുത്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ബാക്ക് എടുത്തില്ല. ആദ്യത്തെ ഫോട്ടോ ബാക്ക് എടുത്തു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാനത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. കാരണം ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ. ആശാനി ഒരു പക്ഷേ അയച്ചിട്ടുള്ളൂ, അപ്പോൾ സേവ് ചെയ്യാൻ കഴിയില്ലല്ലോ, പിന്നെ തെളിവും ഉണ്ടാവില്ല. ആ കൊച്ചാര മോളിൽ വേറെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അടിപൊളി. ഇങ്ങനെ തന്നെ ചെയ്യണം. ഈ നരമ്പന്മാർ പല വിധമാണ്. ബസ്സിൽ, ട്രെയിനിൽ പല രീതിയിലാണ്. മോശമായിട്ടുള്ളൊരു വീഡിയോ അവൻ അതിൽ അയച്ചത് വിത്ത് ഡ്രസ്സ്. ഓക്കെ, വസ്ത്രമൊക്കെ ഉണ്ട്. മാന്യനാവൻ ആദ്യം മാന്യതയോട് കൂടിയാണ് അവൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തത്. അതിൽ തന്നെ എന്തോ സംതിങ് റോങ് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും മറ്റൊക്കെ പറ്റി, അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് സംസാരിക്കാൻ ഞാൻ ഫോൺ കൊടുത്തേനെ. ആരില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ റെസ്പോണ്ട് ഒന്നും ചെയ്യാതിരുന്നത്. അതായത് ഒരു ഫോട്ടോ, സാധാ ഫോട്ടോ അയക്കാം, അതിനുശേഷം നമ്മുടെ റെസ്പോണ്ട് എന്താണെന്നുള്ളത് നോക്കാം. സെക്കൻഡ് ഫോട്ടോ ഷർട്ട് ഇല്ലാതെ അയക്കാം, അതിനുശേഷം നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കാം. അതിനുശേഷം വിത്ത് ഡ്രസ്സിൽ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുക. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ നമ്മൾ എതിർക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സൈക്കോളജിക്കലി ഇവർ ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. ഇനി എപ്പോഴാടി എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ആലോചിക്കുമ്പോൾ തന്നെ നാണം വരുന്നു കാലത്തെ കാര്യം. പിന്നെ ഇനി എപ്പോഴാടി എന്ന് ചോദിച്ചു. അതിന്റെ ഇടയിൽ എന്തൊരു മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തന്നതായിരിക്കും. ഫേസ് ഒരിക്കലും ബ്ലർ ചെയ്യേണ്ട ഒരിക്കലും ആവശ്യമില്ല. എക്സ്പോസ്. പിന്നെ ഇവനക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഇവന്റെ ബോഡി കണ്ട പെൺപിള്ളേര് വീയുന്നു. ഭയങ്കര ഒരു എന്താ പറയാ, ഈ ഫോൺ എടുക്കുന്ന ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് കിട്ടൂല. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആരും വിശ്വസിക്കണം എന്നൊന്നുമില്ല. അയ്യോ കന്നഡത്തിലേ. അപ്പോൾ ആദ്യം എടുത്ത് ബാക്ക് പോയി എന്തൊക്കെയോ ആയി, കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടി. എങ്കിലും ഞാൻ എങ്ങനെയൊക്കെയോ ആ ഒരു വീഡിയോ ഞാൻ പകർത്തിയിട്ടുണ്ട്. എന്നിട്ട് പോയോ റിനു എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിനൊക്കെ രസം എന്താണെന്നറിയോ, അടുത്തായിട്ട് ഞാൻ ആ വീഡിയോ അവർക്ക് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു തെളിവ് കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്താ വരാത്തത്? അപ്പോഴാണ് ആളൊന്ന് ചോക്കായി. സന്തോഷായി. എല്ലാം അയച്ചപ്പോളെ ആള് വിചാരിച്ചു സേവ് ചെയ്യാൻ കഴിയൂലെന്ന്. ആ കൊച്ചി റെക്കോർഡ് എടുത്തിട്ട് അത് തിരിച്ചയച്ചു കൊടുത്ത്. അടിപൊളി.
വാക്കാണ് ആളിട്ടത്. അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ലാംഗ്വേജ് കാണുമ്പോൾ മേ ബി നിങ്ങൾ എന്നെ മോശമായിട്ട് പറയാം. മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളോട് പാലേ, ചക്രേ, തേനെ എന്നൊന്നും എനിക്ക് വിളിക്കാനായിട്ട് പറ്റൂല. എന്താ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ മറുപടി അതൊക്കെ നിങ്ങൾക്ക് സൈഡിൽ മേ ബി കാണാനായിട്ട് സാധിക്കും. നിനക്ക് കളിക്കണോ സോഷ്യൽ മീഡിയയിൽ നീ കളിക്കുകയെന്ന് ഞാൻ പറയുന്നുണ്ട്. എൻ്റെ ഒരു സോഷ്യൽ മീഡിയ എന്നുള്ളത് ഞാൻ മിസ്യൂസ് ചെയ്യുന്നതല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഈ ഒരു കാര്യം പറയാൻ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അവനൊരു തെറി വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചത്, അതായത് ഡോഗ് അങ്ങനെയാണോ, ഇനിയിപ്പോൾ നിങ്ങളുടെ പല എന്താ പറയുക പുണ്യാളന്മാരും അല്ലെങ്കിൽ പുണ്യാളത്തുകളും വേണമെങ്കിൽ വരാം, അയ്യോ അവൻ തെറ്റേതിന് എന്തിനാണ് ഫാദറിനെ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഫാദറിനെ അല്ല നമ്മൾ ആക്ച്വലി വിളിച്ചത്, അവനെയാണ് വിളിക്കുന്നത്. ഇതുപോലെ ഉള്ളവരൊക്കെ സത്യം പറഞ്ഞാൽ തക്കതായ നടപടി എടുക്കണം. പെണ്ണുങ്ങൾ സേഫ് അല്ല പറഞ്ഞാൽ സേഫ് അല്ല. വേണ്ട നാളെ കല്യാണം കഴിഞ്ഞാൽ ആ പെണ്ണിനെ ചിലപ്പോൾ വേറെ ആൾക്ക് കൊടുക്കും. അടുത്ത ടോപ്പിക്കായിട്ട് വരാം. സൈൻ ഔട്ട്.